വിശദമായ വാർത്തകളിലേക്ക്. ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യയ്ക്ക്. ന്യൂസിലൻഡിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ മൂന്നാം തവണയും കിരീടം ഉയർത്തിയത്. 2013 ശേഷം ഇന്ത്യ നേടുന്ന ആദ്യ ICC ഏകദിന കിരീടമാണിത്. T20 ലോകകപ്പ് പോലെ ടൂർണമെന്റിലെ ഒരു മത്സരവും തോൽക്കാതെയാണ് ഇന്ത്യയുടെ ആധികാരിക കിരീട നേട്ടം. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ 252 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 49 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ഓപ്പണർമാരായ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും നൽകിയ മികച്ച തുടക്കത്തിന്റെ ബലത്തിലാണ് ന്യൂസിലാൻഡ് ഉയർത്തിയ 252 റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് ഇന്ത്യ എത്തുന്നത്. കിവീസിന്റെ ക്യാപ്റ്റൻ മിച്ചൽ സാന്നറും കൂട്ടരും ചേർന്ന് സ്പിൻ കുരുക്കിൽ മുറുക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ശ്രേയസ് അയ്യരും അസ്കർ പട്ടേലും KL രാഹുലും ചേർന്ന് ആ പൂട്ട് നിഷ്ഫലമാക്കി. മത്സരത്തിന്റെ നിർണായകഘട്ടത്തിൽ കിവീസ് ബോളർമാർ നേടിയ ആധിപത്യം ഇന്ത്യൻ ബാറ്റർമാർ സമചിത്തതയോടെ വിക്കറ്റ് ഭദ്രമാക്കിക്കൊണ്ട് നിർവീര്യമാക്കുകയായിരുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്ത്യ ജേതാക്കളായി. വാശിയേറിയ ഫൈനലിൽ ന്യൂസിലാൻഡിനെ 4 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ചാമ്പ്യൻസ് ട്രോഫിയിൽ മൂന്നാമത്തെ കിരീട വിജയമാണ് ഇന്ത്യയുടേത്. 252 റൺസ് ചേസ് ചെയ്തിറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി 105 റൺസിന്റെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് ശുഭ്മാൻ ഗില്ലും രോഹിത് ശർമ്മയും നന്നായി തുടങ്ങിയെങ്കിലും പെട്ടെന്ന് 3 വിക്കറ്റുകൾ വീഴ്ത്തി ന്യൂസിലാൻഡ് സ്പിന്നർമാർ അവർക്ക് മേൽക്കൈ നേടിക്കൊടുത്തു. എന്നാൽ സെൻസിബിളായി വളരെ നന്നായി തന്നെ കളിച്ച ശ്രേയസ് അയ്യരും അക്ഷർ പട്ടേലും തുടർന്ന് KL രാഹുലും ഹാർദിക് പാണ്ഡ്യയുമാണ് ഇന്ത്യക്ക് വിജയമൊരുക്കിയത്. അവസാനം 1 ഓവർ ബാക്കി നിൽക്കെയാണ് ഇന്ത്യ വിജയിച്ചത്. ഈ ഒരു ടൂർണമെന്റ് വിജയം എന്നത് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഓൾറൗണ്ടർമാരുടെ വിജയം കൂടിയാണ് കണക്കാക്കുന്നത്. ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, രവീന്ദ്ര ജഡേജ തുടങ്ങിയ ജെനുയിൻ ഓൾറൗണ്ടർമാരുടെ ആവശ്യം മനസ്സിലാക്കി തന്ന ഒരു ടൂർണമെന്റ് വിജയം കൂടിയാണിത്. എന്നും മാത്രമല്ല, T20 ക്രിക്കറ്റിന്റെ ആധിക്യത്താൽ മരണക്കിടക്കയായിരുന്ന സംശയത്തിലായിരുന്ന ഏകദിന മത്സരങ്ങൾ അതിന്റെ ആവേശത്തിലേക്ക് തിരിച്ചു വന്ന ഒരു ടൂർണമെന്റ് തന്നെയാണ് പാകിസ്ഥാനിലും ദുബായിലുമായി നടന്ന ചാമ്പ്യൻസ് ട്രോഫി മത്സരങ്ങൾ. നേരത്തെ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലാൻഡിന് ഇന്ത്യൻ സ്പിന്നർമാർ കടുത്ത വെല്ലുവിളി ഉയർത്തി. വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവും ന്യൂസിലാൻഡ് ബാറ്റർമാരെ വരിഞ്ഞു മുറുക്കി. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയുടെ വിജയമെന്നതും 1/4 നൂറ്റാണ്ടുകാലം മുമ്പ് ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ഫൈനലിൽ ന്യൂസിലാൻഡിൽ നിന്നേറ്റ പരാജയത്തിന് മധുരതരമായ പകരം നൽകിയെന്നതും ഇന്ത്യയുടെ 3ാം കിരീട നേട്ടത്തിന്റെ തിളക്കം കൂട്ടുന്നു. സുരേഷ് എടപ്പാൾ, സ്പോർട്സ് ഡെസ്ക്, ദൂരദർശൻ ന്യൂസ്.